മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്ന കുറേമാരുണ്ട്. എവനൊക്കെ മോഹൻലാൽ ഫാൻസാണ്, ഗുണ്ടയാണ്. എവനൊക്കെയാണ് ഈ കേരളം ഭരിക്കുന്നത്. പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് അതെൻ്റെ ഇഷ്ടത്തിന് ഞാനിടാം. അത് ഇടരുതെന്ന് പറയേണ്ട കാര്യം അവന്മാർക്കില്ല. പടം കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂലെന്ന് പറയും. ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ മറ്റൊരാൾ പറയും. പിടിച്ച് തള്ളുകയും അടിക്കുകയും ചെയ്തു. എൻ്റെ വണ്ടിക്കകത്തിരുന്ന കോസ്റ്റ്യൂം ഞാൻ വാടകയ്ക്ക് എടുത്തുകൊണ്ടുവന്ന സാധനം അവന്മാർ എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. ഇവനൊക്കെ 50-60 പേരുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. ഇനിയാണ് ഞാൻ തുടക്കം കുറിക്കണം ഓരോന്നിന്. കാണുന്നവരെ കണ്ടിട്ട് എന്താണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴേ ഈ ഫാൻസുകാരന്മാരൊക്കെ അവരെ വായും കൊണ്ട് അടപ്പിക്കണം. അല്ല വണ്ടി അവരെ അടിച്ചു പൊട്ടിക്കാന്ന് പറഞ്ഞവന്മാരൊക്കെ വീണ്ടും വരും. തീർച്ചയായിട്ടും തടുക്കാൻ പറ്റണവന്മാർ തടുക്കട്ടെ. ഷാനു അണ്ണ, എന്താണ് ഇന്ന് സംഭവിച്ചത്? താങ്കൾ ബറോസ് സിനിമ കാണാൻ പോയിരുന്നോ? ഞാൻ പോയിരുന്നു. പോയിട്ട് എന്താണ് ശരിക്കും? പനി പിടിച്ച് കിടന്ന് ഞാൻ പോയപ്പോൾ മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്ന കുറേമാരുണ്ട്. എവനൊക്കെ മോഹൻലാൽ ഫാൻസാണ്, ഗുണ്ടയാണ്. എവനൊക്കെയാണ് ഈ കേരളം ഭരിക്കുന്നത്. ഞാൻ ഡ്രസ്സ് ഇട്ട് പോയത് അത് എൻ്റെ ആവശ്യമാണ്. അത് ഞാൻ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് അതെൻ്റെ ഇഷ്ടത്തിന് ഞാനിടാം. അത് ഇടരുതെന്ന് പറയേണ്ട കാര്യം അവന്മാർക്കില്ല. അതായത് താങ്കൾ ഇപ്പോൾ സാധാരണ സിനിമകൾ ഇപ്പോൾ കാണാൻ വരുമ്പോഴത്തേക്ക് ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ഡ്രസ്സിനോട് സാമ്യമുള്ള ഡ്രസ്സ് താങ്കൾ ഇട്ടുകൊണ്ട് പോകും. കോസ്പ്ലേ എന്നാണ് അത് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി. വനിതാ തിയേറ്ററിലൊക്കെ നമ്മൾ കാണാറുണ്ട് അത് അങ്ങനത്തെ ഒരു ഇതിൽ. അപ്പോൾ അത് ലാലേട്ടൻ ആരാധകൻ കൂടെയാണ് അല്ലേ? ലാലേട്ടൻ ആരാധകനാണ്. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ലാലേട്ടനോടുള്ള ലാലേട്ടൻ്റെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ മിക്ക സിനിമകളും പോയിട്ട് ഞാൻ ആവശ്യമില്ലാതെ ഞാൻ നെഗറ്റീവ് പറയാറില്ല. പടം കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂലെന്ന് പറയും. ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ മറ്റൊരാൾ പറയും. അത് ഉണ്ടായിട്ടുണ്ട്. അതിപ്പം വീഡിയോ കിടക്കുകയാണ്. ഞാൻ യൂട്യൂബ് ഇപ്പം വീഡിയോ കണ്ടായിരുന്നു റിവ്യൂ. അതിലും കിടക്കാൻ നെഗറ്റീവ് പറഞ്ഞാൽ അവനെ പോയി അടിക്കാത്തത്, അവനടുത്ത് പോയി സംസാരിക്കാത്തത്. ഒത്തിരി പേര് ഇഷ്ടമല്ല നെഗറ്റീവ് പറഞ്ഞ് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ്, ചിലവർക്ക് പിടിച്ചില്ല എന്ന് പറഞ്ഞ്. പക്ഷേ എല്ലാവരും താങ്കളെ ഒരുമാതിരി നോട്ടപ്പുള്ളിയെ പോലെ നോട്ടപ്പുള്ളിയെ കാര്യം എൻ്റെ വീഡിയോ ഇവിടെ എല്ലാം വൈറലായപ്പോഴത്തേക്ക് അസൂയ മൂത്ത് ചെയ്തത് തന്നെയാണ്. എന്നിട്ട് താങ്കൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്? ദേഹോദ്രവം ചെയ്ത് എന്നെ പിടിച്ച് തള്ളുകയും അടിക്കുകയും ചെയ്തു. ഓക്കെ. എൻ്റെ വണ്ടിക്കകത്തിരുന്ന കോസ്റ്റ്യൂം ഞാൻ വാടകയ്ക്ക് എടുത്തുകൊണ്ടുവന്ന സാധനം അവന്മാർ എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. അതായത് ഓട്ടോയിൽ നിന്ന്. എനിക്കെന്താ അടിച്ചുകൂടി? എനിക്ക് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് ഞാൻ അവനെ കണക്ക് ചെറ്റകളല്ല. കോസ്റ്റ്യൂം തിരിച്ചു സ്വന്തമായിട്ട് റിവ്യൂ ആർക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. എന്തൊരു ഗുണ്ടകളെ വിളയാടും എന്ന് പറയുമ്പോൾ ഗുണ്ടാ വിളയാട്ടം എന്നും പറഞ്ഞിട്ടാണ് അവന്മാർ വന്നിട്ട് റിവ്യൂ ആരെ എടുക്കാൻ സമ്മതിക്കാതിരിക്കുക. സിനിമ ഒരെണ്ണം കൊള്ളാമോ ഇല്ലേ എന്നുള്ള നമ്മളെ പൈസ കൊടുത്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് പറയാനുള്ള അഭിപ്രായമില്ല. നമ്മളെ വ്യക്തിപരമായിട്ട് അഭിപ്രായം നമുക്ക് പറഞ്ഞുകൂടി. അതെന്തുകൊണ്ടാണ് യവന്മാർ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം തോന്നാണ്? താങ്കൾ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞ് താങ്കൾ റിവ്യൂ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു. ഇത് ഞാൻ സിനിമ കാണാനായിട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഞാനവിടെ വന്നായിരുന്നു. വന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കാണ് യവന്മാർ എന്നെ പിടിച്ച് തള്ളുകയും യവന്മാർ എന്നെ അടിക്കാൻ വേണ്ട കാര്യം തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ യവന്മാർ ആരെങ്കിലും കുറ്റം പറയാനായിട്ട് പോയാൽ എന്തെങ്കിലും വഴക്കാണ്. വിഷമമുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. പിന്നെ അവന്മാരെ പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. അവന്മാരെ എൻ്റെ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി. കോസ്റ്റ്യൂമൊക്കെ എടുത്തോണ്ട് പോയി ഗുണ്ടാ വിളയാട്ടം കാണിച്ചു. എന്താണ് ഇപ്പൊ നഷ്ടപ്പെട്ടത്? ഞാനൊരു വാളെടുത്തിട്ടുണ്ടായിരുന്നു. വാള് കാണാനില്ലായിരുന്നു. കയ്യിലിടുന്ന ഒരു 2 പേഡ് ഉണ്ടായിരുന്നു. ആ 2 പേഡ് എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവരെടുത്തോണ്ട് പോയി. അപ്പൊ ഇത് നമുക്ക് CCTV ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റുമല്ലോ. പോലീസ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവർക്ക് എൻ്റെ നിരവധി മനസ്സിലാക്കില്ല. എന്നിട്ട് അവർ പറയണേ ഞാൻ പെണ്ണുങ്ങളെ നിൽക്കുമ്പോൾ ഞാൻ ചീത്ത പറയുകയാണെന്നും പറഞ്ഞുകൊണ്ട് അസഭ്യം പറഞ്ഞു കൊടുത്ത്. അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്തുള്ള ആൾക്കാർ വന്നല്ലോ. ഞാൻ അസഭ്യം പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. അങ്ങനെയുള്ളവരാണെങ്കിൽ എൻ്റെ കൂടെ കൂടുതലും റിവ്യൂ പറയുമ്പോൾ ലേഡീസൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നത്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ എൻ്റെ കൂടെ സഹകരിക്കുന്നത്. ഞാൻ മറ്റുള്ളവനെ കണക്ക് ഞാൻ മറ്റുള്ള രീതിയിലൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ ആവശ്യം പറയുന്നില്ലല്ലോ. അല്ലെങ്കിൽ യവനൊക്കെ എന്നെ എത്ര ചീത്തകളൊക്കെ വിളിച്ചു. ഞാൻ തിരിച്ചങ്ങോട്ടൊരു ചീത്ത വിളിച്ചു. യവനൊക്കെ 50-60 പേരുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് ഏരീസ് ഫ്ലെക്സിലാണ് സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം ധാരാളം മീഡിയ അടക്കം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒരു ഇന്റർഫിറൻസ് ഒന്നും ഇന്ന് കണ്ടില്ല. ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ പരിസരത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ആരും അതിൽ ഇടപെടാനോ അതിലെന്താണ് ചോദിക്കാനോ വന്നില്ല. ഇത് വനിതാ വിനീത തിയേറ്ററല്ല, ഇത് തിരുവനന്തപുരമാണ്. അപ്പം ഞാൻ തിരുവനന്തപുരത്തുകാരനല്ലേ, എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലേ? ഈ പറയണവന്മാർക്ക് നാളെ ഇങ്ങനൊരു സംഭവം എന്നായിരുന്നാലും ഉണ്ടാവും. അപ്പം ഞാൻ മുഖേനയല്ല, എനിക്ക് ചോദിക്കാനൊന്നും വേണ്ട. നിയമപരമായിട്ട് മുന്നോട്ട് കേസ് കൊടുത്തല്ലോ, പോലീസിനോട് പരാതിപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അവർ കേസ് എടുത്തിട്ടുണ്ടല്ലോ. അവർ അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നാണ്. പിന്നെ ഈ ഒരു എന്തായാലും CCTV വിഷ്വൽസ് എന്തായാലും ഒരു തിയേറ്ററിൻ്റെ ഭാഗത്ത് അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഇതിന്ന് കൈമോശം വന്നത് സാധനങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് നോക്കുക. അവർ സംസാരിക്കുക.
തീർച്ചയായിട്ടും ഇതൊരു വിഷമം ഉണ്ടാക്കിയ ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ്. ഇനി വീണ്ടും താങ്കൾ സിനിമകൾ കാണാൻ വരുമോ? തീർച്ചയായും ഇനിയാണ് ഞാൻ തുടക്കം കുറിക്കണം ഓരോന്നിന്. ആഹാ. അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. എൻ്റെ പൈസ കൊടുത്ത് കാണുന്നതും പറയുന്നത് എൻ്റെ ആവശ്യമാണ്. അത് അവനൊക്കെ പേടിച്ച് ഞാൻ മാളത്തിൽ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു നമ്മൾ ആ അഭിപ്രായം പറയും. ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇന്ന് ശരിക്കും ബറോസ് സിനിമയായിട്ട് എന്താണ് അഭിപ്രായം? ബറോസ് സിനിമയുടെ ഏറ്റവും കൂടുതൽ അഭിപ്രായം മലയാളത്തിലെ മഹാനടനല്ലേ മോഹൻലാൽ. അത് എനിക്ക് അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് ശരിക്കും. മറ്റുള്ളവർക്ക് ഈ മോഹൻലാൽ ഫാൻസായിട്ട് വന്നവന്മാർക്ക് പോലും ഇതിൻ്റെ സ്റ്റോറി ശരിക്കും എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയത ആയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ പടം വർക്കൗട്ടാവും. അത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. കാര്യം ഈ ബറോസ് എന്നുള്ള ഒരു സിനിമ, ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അതിലൊരു കുട്ടിയുണ്ട്. മോഹൻലാലിന് മാത്രമേ ആ കുട്ടീനെ കാണാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ്? അതിപ്പോൾ ഞാൻ ഇപ്പം ഇയാളുടെ ചേട്ടനോട് സംസാരിക്കുമ്പോഴത്തേക്കും ചേട്ടൻ എന്നെ എപ്പോഴും വിളിക്കുന്നത്, ചേട്ടനെ ഞാൻ കണ്ടിട്ടില്ല, ഒരുപാട് നാൾക്ക് ചേട്ടനെ കാണണം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. ഒരുപാട് വർഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 15-25 വർഷത്തിന് ശേഷം കാണുകയാണ്. അപ്പോൾ ചേട്ടനെ ഒറ്റ പ്രാവശ്യം കാണുമ്പോൾ ചേട്ടൻ ഞാനായിട്ട് ഭയങ്കര ബന്ധവും കാര്യങ്ങളൊക്കെയാണ്. അതെന്തുകൊണ്ടാണ്? അതാണ് പറയുന്നത്, വർഷങ്ങൾ കൊണ്ട് ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്. അതേപോലെയാണ് ഈ ബറോസ് എന്ന് പറയുന്നത്. അതായത് അല്ല, ഇത് ഇങ്ങനെ പറയാൻ കാര്യം ആർക്കും മനസ്സിലായില്ല സ്റ്റോറി എന്താണെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ കുട്ടികൾക്ക് മാത്രം ഇഷ്ടപ്പെടും, ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ഇതിപ്പം മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ 3D സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ജോണറിൽ വരുന്നത് ഇപ്പോൾ നമുക്ക് മൈഡിയർ കുട്ടിച്ചാത്തനുണ്ട്, മാജിക് എന്നൊരു സിനിമയുണ്ട്. ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ? മൈഡിയർ കുട്ടിച്ചാത്തൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ? അത് പണ്ട് വേറെ ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അത് എല്ലാവരും അത് ഇഷ്ടപ്പെടുകയല്ലേ ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോഴ് സിസ്റ്റങ്ങളൊക്കെ മാറിയില്ലേ ഒരുപാട് പേര്. ഇപ്പം ഡയറക്ടർ ചെയ്യുന്നത് ഇപ്പം ഏതൊരു എന്താ പറയുക, പയ്യന്മാരൊക്കെ ഇഷ്ടം പോലെ പേര് ഡയറക്റ്റ് ചെയ്യുന്നത്. മൊബൈൽ ക്യാമറയിൽ വരെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നില്ല ചുള്ളലുള്ള പയ്യന്മാർ. അങ്ങനെ വെച്ച് നോക്കണമെങ്കിൽ ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. എല്ലാവർക്കും ഡയറക്ഷൻ അറിയാം. എനിക്ക് ഡയറക്ഷൻ അറിയാമെങ്കിൽ എൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഞാൻ വേറൊരാളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. അത് മറ്റുള്ള ഒരാൾക്ക് അത് എൻ്റെ കഴിവ് ഞാൻ ഒരാളിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ അത് ചെയ്ത് ആ വർക്ക് ചെയ്യുന്നത് മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെടണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്കാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഗുണ്ടാ വിളയാട്ടാണ് മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്നവരൊക്കെ. ഗുണ്ടകളാണ് ഇത്. അല്ല, ആർക്കും പറയണം. അതിൽ എത്ര തിയേറ്ററുകളിൽ സിനിമകൾ ഇറങ്ങുന്നു, ഇവരെല്ലാവരും വായടയ്ക്കാൻ പറ്റുമോ? സത്യമായിട്ട് അല്ല, ഇപ്പം ഇന്ന് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്ര തിയേറ്ററുകളിൽ ഷോ നടത്തിയിട്ടുണ്ട്. അപ്പം ഇത് വെച്ചാൽ ഫാൻസ് ഒരു തിയേറ്ററിൽ വന്നിട്ട് ഒരാളുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, മറ്റു തിയേറ്ററിൽ എല്ലാ തിയേറ്ററിലും പോയിട്ട് ഇന്ന് ദിവസം തന്നെ എത്ര ഷോ ഉണ്ട് രാത്രി വരെ. എല്ലാവർക്കും ഇതേപോലെ വാടപ്പിക്കാൻ പറ്റില്ലല്ലോ. സിനിമയുടെ ജെന്യുവൻ റിവ്യൂസ് പുറത്ത് വരുമ്പോഴത്തേക്കും ആൾക്കാർ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് സിനിമയ്ക്കുള്ളൊരു ഔട്ട്കം അതിനനുസരിച്ച്. ഞാൻ നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിലും കാണുന്നവരെ കണ്ടിട്ട് എന്താണെന്ന് പറയുന്നത് അവർക്ക് പറയാമല്ലോ. ഇനിയും കാണുന്നവർ പറയുമല്ലോ അതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അപ്പോഴും നിങ്ങളെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോഴും ഈ ഫാൻസുകാരന്മാരൊക്കെ അവരെ വായും കൊണ്ട് അടപ്പിക്കണം. അതും കൂടെ പറയാനുള്ളൂ. ഇന്നിപ്പോൾ കുറച്ച് ഇമോഷണലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പം ഇത് എല്ലാ മോഹൻലാൽ ഫാൻസുകാരെ നമുക്ക് ഇതിനകത്ത് പെടുത്താൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു തിയേറ്ററിലേക്ക് സിനിമ കാണാൻ വരുന്നൊരു നമുക്കൊരു എൻജോയ്മെൻറ്റിന് ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് വരുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഇപ്പം ആ തിയേറ്ററിലെ കഥാപാത്രമായിട്ട് വേഷമിട്ട് വരുന്നതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് എടുത്തിട്ട് നിങ്ങൾക്ക് തിട്ടൂരം പറയുക, അതായത് നിങ്ങൾക്കിത് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ എന്തായാലും മോശമാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു സിനിമാ കൾച്ചർ അനുസരിച്ചിട്ടും ഇതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് താങ്കളുടെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും ഇനി അടുത്ത സിനിമകൾക്ക് താങ്കൾ തീർച്ചയായിട്ടും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഓക്കെ. അപ്പോൾ എന്തായാലും താങ്കളുടെ ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. താങ്കൾക്ക് നഷ്ടപ്പെട്ട പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ നഷ്ടപ്പെട്ട സാധനം കിട്ടിയില്ലെങ്കിൽ ഞാൻ കൊടുത്തല്ലേ പറ്റുള്ളൂ. എൻ്റെ വണ്ടിയോട് ഇനി കൊടുത്തല്ലേ പറ്റുള്ളൂ. അല്ല, വണ്ടി വരെ അടിച്ചു പൊട്ടിക്കാന്ന് പറഞ്ഞവന്മാരൊക്കെ. അല്ല, എന്നിരുന്ന അതൊക്കെ വളരെ മോശമായിട്ട് വണ്ടി അടിച്ചു പൊട്ടിക്കാന്ന് പറഞ്ഞു. ജീവനോപാധിയാണ് അദ്ദേഹത്തിൻ്റെ. ഷാനു എന്ന് പറയുമ്പോഴത്തേക്കും ഇത് അദ്ദേഹത്തിൻ്റെ ജീവനോപാധിയാണ്. അപ്പോൾ അതൊക്കെ പറയുന്നത് ഇത്രയും രീതിയിലൊക്കെ ഒരു സിനിമ നടൻ്റെ ഫാൻസുകാർ ഈ ഒരു ലെവലിലേക്കൊക്കെ വരണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇവർ മുന്നോട്ട് പോവുക, സധൈര്യം കൈസമായിട്ട് മുന്നോട്ട് പോവുക. വീണ്ടും നമുക്ക് സിനിമകൾ വരുമ്പോഴത്തേക്കും കാണുക, താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുക. വീണ്ടും വരും തീർച്ചയായിട്ടും. തടുക്കാൻ പറ്റണമാർ തടുക്കട്ടെ.